ഹായ് നമസ്കാരം, ഞാൻ സൈന്ധവിയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളായി. കാരണം ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ഞാൻ നമ്മുടെ BB ഹൗസിൻ്റെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് എനിക്കൊരു ഷോർട്ട് വീഡിയോ ചെയ്യണമെന്ന് തോന്നി. അത് വേറൊന്നും കൊണ്ടല്ല, ഈ മോർണിംഗ് എഴുന്നേറ്റ സമയം മുതൽ നമ്മുടെ BB ഹൗസിൽ ഒരു എന്താ പറയുക, ഈ ബോംബ് പൊട്ടി നടക്കും. ഓരോ സ്ഥലത്തുനിന്ന് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് പൊട്ടിയത് കിച്ചണിൽ തന്നെയാണ്. അത് അനുമോൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന സമയത്ത് പുള്ളിക്കാരിക്ക് അത്രയും ഹൈറ്റ് ഇല്ല. അതിൻ്റെ മണ്ടയിൽ കയറി ഇരുന്നിട്ട് നമ്മുടെ ഈ അടുപ്പിൻ്റെ തിട്ടയിൽ ഇങ്ങനെ കയറി ഇരുന്നിട്ട് ആ സാധനം ഇളക്കിയപ്പോൾ വേറെയുള്ളവർക്ക് ഇത് കണ്ടിട്ട് പിടിച്ചില്ല. അതിന് തുടർന്നൊരു ചെറിയൊരു വഴക്കും, പിന്നെ അതിൽ അഭിലാഷ് കയറി പിടിക്കുകയും അഭിലാഷും അനുമോളും തമ്മിൽ അങ്ങോട്ട് പോടാ വാടാ അത് ഇതൊക്കെ പറഞ്ഞ് അങ്ങോട്ട് വലിയൊരു വഴക്ക്, വലിയൊരു ബോംബ് പൊട്ടിക്കുന്ന രീതി നടന്ന്. അതിൻ്റെ ഇപ്പുറത്ത് മാറി നമ്മുടെ അനീഷും അതുപോലെ നമ്മുടെ ഷാനവാസും കൂടെ ബാത്റൂം ക്ലീൻ ചെയ്ത കാര്യം പറഞ്ഞ് അവിടെ ഒരു പൊട്ടിത്തെറിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട്, ഇതിപ്പോൾ ഈ മുക്കിന് പല സ്ഥലങ്ങളിലായിട്ടാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ബോംബ് പൊട്ടുന്ന മാതിരി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഇതെല്ലാം കണ്ടുകൊണ്ട് ബിഗ് ബോസ് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ പുള്ളിക്ക് തോന്നി എന്താണ്, രാവിലെ ഹൈജീനിക്കിനെ കുറിച്ച് ഒരു ചെറിയ രീതിയിൽ നമ്മളിപ്പോൾ സ്വയം പരിചയപ്പെടുത്തല്ലോ, അല്ലെങ്കിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ ഹൈജീനിക് എന്ന് പറയണം, അല്ലെങ്കിൽ ആർക്കാണ് വൃത്തിയില്ലാത്ത പറയുന്ന രീതിയിൽ ഇവർക്ക് ചെറിയ രീതിയിൽ എന്തോ ഒരു ഇതുപോലെ കൊടുത്തു. അതിൽ പ്രൈസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കൊടുത്ത സമയത്ത് ഏറ്റവും കൂടുതൽ വൃത്തിയുള്ള പേഴ്സണായിട്ട് അവിടെ തിരഞ്ഞെടുത്തപ്പോൾ ഡോക്ടർ ബെന്നിയാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ വൃത്തിയില്ലാത്ത ആൾക്കാരെന്ന് പറഞ്ഞ് തിരഞ്ഞെടുത്തത് നമ്മുടെ രേണു സുധീനെയും അതുപോലെ റെന ഫാത്തിമയാണ്. ഈ രണ്ട്, റെന പിന്നെ ചെറിയ കുട്ടിയാണ്, രേണു സുധി ചെറിയ കുട്ടിയല്ല, 10-15 വയസ്സുള്ള സ്ത്രീ തന്നെയാണ്. അതിൽ അവർക്ക് വൃത്തിയില്ലെന്ന് പറഞ്ഞപ്പോൾ അത് ഭയങ്കരമായിട്ട് അവരെ ഹേർട്ട് ചെയ്ത്. അതുമാത്രമല്ല, അത് പറഞ്ഞത് അതിൻ്റെ റീസൺ, രേണുവിന് വൃത്തിയില്ലെന്ന് പറഞ്ഞതിൻ്റെ റീസൺ അനുവാണ് അവരെ ഏറ്റവും കൂടുതൽ പരസ്യമായിട്ട് ആക്ഷേപിച്ചെന്ന് തന്നെ പറയാം. കാരണം നമ്മുടെ അനു അന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ രേണുവിൻ്റെ തല നിറച്ച് കുഞ്ഞു കുഞ്ഞു പേനുകളാണ്, പുള്ളിക്കാരി ഇങ്ങനെ ചൊറിഞ്ഞിങ്ങനെ പൊഴിച്ചിടുന്നതെന്നൊക്കെ ഉള്ള രീതിയിലും, അതുപോലെ മുടി അവിടെ ഇതെല്ലാം കിടക്കുന്നത് പല രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാരണം അപ്പം ഈ അവിടെ എക്സ്റ്റേഷൻ വെച്ചുകൊണ്ട് പോയത് രണ്ട് വ്യക്തികളാണ്. ഒന്ന് നമ്മുടെ രേണുവും പിന്നെ അതുപോലെ ജെസിലും എക്സ്റ്റേഷൻ വെച്ചിട്ടുണ്ട്. കാരണം എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഇത്രയും വലിയൊരു ഷോ, ഒരു 100 ദിവസം നടക്കുന്ന ഷോയിലേക്കും ഈ ഒരു എക്സ്റ്റേഷൻ വെച്ചുകൊണ്ട് പോയത് രേണു ചെയ്ത് തെറ്റെന്ന് തന്നെ പറയാം. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഇത് രേണു ചെന്ന അന്നും പോലെ നമ്മൾ കാണുന്നതാണ് രേണുവിൻ്റെ കൈ രണ്ടും ഈ തലയിൽ ഇങ്ങനെ ഇരിക്കുന്നതും അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് തന്നെയാണ്. അപ്പം ഈ മുടി കഴുകിയില്ലെങ്കിലും പിന്നെ ഇവർക്ക് പേഴ്സണൽ ഹെയർ കെയറിനുള്ള ഒരു സാധനങ്ങളും ഈ 7ൻ്റെ പണി എന്നുള്ള ആ ഒരു പണിപ്പുര ടാസ്കിൽ വെച്ചിട്ട് അവരവിടെ വെച്ചിരിക്കുകയാണ്. ഇവർക്കൊന്നും കൊടുത്തിട്ടില്ല. അന്നേരം ഈ പുള്ളിക്കാരി മുടി വാഷ് ചെയ്യാതിരുന്നേയും പിന്നെ ആ ഒരു രീതിയിൽ എപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള രേണു വന്നിരിക്കുന്നത് വെച്ചാൽ ലാലേട്ടൻ വരുന്ന സമയത്ത് രേണു നല്ല ക്ലീനാണ് നീറ്റായിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷെ അത് കഴിഞ്ഞുള്ള സമയങ്ങളിൽ രേണുവിൻ്റെ ഈ 10 വിരലും രേണുവിൻ്റെ തലയിൽ തന്നെയാണ് ഏത് സമയവും ഇരിക്കുന്നത്. പക്ഷേ എനിക്ക് വേറൊരു കാര്യം പറഞ്ഞാൽ, ഈ രേണുവിന് ഈ ഹെയർ ഫിക്സ് ചെയ്ത് കൊടുത്ത സ്ഥാപനത്തിൽ അവർക്ക് പറയാമായിരുന്നു രേണു ഇതെങ്ങനെ കെയർ ചെയ്യണം. ഇല്ലെങ്കിൽ തന്നെ രേണു ഇത്രയും വലിയൊരു ഷോയിൽ പോകുമ്പം ഇത് അത്രയും ദിവസം ലോങ് ലാസ്റ്റിംഗ് ചെയ്യുമോ, ഇല്ലെങ്കിൽ അതിനെന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ, ഇത് 3-4 മാസം കൂടി ഇരിക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണം, പിന്നെ ഇതിനെ കൊണ്ടുപോയി ഈ ട്രീറ്റ്മെൻറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ നാട്ടിൽ നിന്നാണ്. പക്ഷേ ഇത്രയും വലിയൊരു ഷോയിൽ പോകുമ്പോൾ ഒരിക്കലും അതൊന്നും ഒരു സാധ്യതയുമല്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം അവിടെ ചെന്നിരിക്കുന്ന എന്തിനാണെന്നോ. അപ്പോൾ ആ ഒരു കാര്യം പരസ്യമായിട്ട് വന്ന് നമ്മുടെ അനുമോൾ പറഞ്ഞത് തുടർന്ന് രേണു ഭയങ്കരമായിട്ട് ഹേർട്ട്. അത് എനിക്കാരും ഹേർട്ട് ചെയ്യുന്ന കാര്യമാണെങ്കിൽ, എനിക്കൊരാൾ പേഴ്സണലായിട്ട് വൃത്തിയില്ല, എൻ്റെ തല നിറച്ച് പേനാണെന്ന് പരസ്യമായിട്ടൊരു ക്യാമറ ഇത്രയും ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നത്, അത് പറയുമ്പോൾ ഏതൊരു വ്യക്തിക്കും ഉണ്ടാകുന്ന ഒരു ഫീലിങ്സ് നമ്മുടെ രേണുവിനും ഉണ്ടായിട്ടുണ്ട്. അവർ മാനസികമായിട്ട് ഒത്തിരി വിഷമിച്ചു എന്ന് തന്നെ പറയാം. കാരണം അവർ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് അവർക്ക് തിരിച്ചു പോകണം എന്നുള്ള രീതിയിലാണ് രേണു സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഇളക്കി മാറ്റണം. പക്ഷേ എനിക്ക് ബിഗ് ബോസിനോട് പറയാനുള്ള ഒറ്റ കാര്യമാണ്, എത്രയും പെട്ടെന്ന് അവർക്ക് ആ ഒരു മുടിയിൽ നിന്ന് അതൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു സംവിധാനം ചെയ്യണം. അത് വേറൊന്നും കൊണ്ടല്ല പറയുന്നത്, പുള്ളിക്കാരിക്ക് കുറേ സപ്പോർട്ടുള്ളതാണ്. ഈ പുറത്ത് അവരെത്രത്തോളം അവരെ ഇഷ്ടപ്പെടാതിരുന്ന ആൾക്കാരൊക്കെ അവർ ഇഷ്ടപ്പെട്ടുകൊണ്ട് വരുന്നതാണ്. അവർ ഒരു 100 ദിവസമെങ്കിലും അവിടെ നിൽക്കണമെന്ന് ആഗ്രഹമുള്ള കുറേ മനുഷ്യരുണ്ട്. ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നത്, കുറേ മനുഷ്യരുണ്ട് അവരുടെ സ്ഥിരം നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. അന്നേരം അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ സ്ത്രീ അവിടെ തന്നെ നിൽക്കണം. അന്നേരം അവരാ നിർത്തണമെങ്കിൽ ബി ബി ഹൗസ് ബിഗ് ബോസ് ഇങ്ങനൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ, എക്സ്റ്റേഷൻ ഇളക്കി മാറ്റാനുള്ളൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ ഉപകാരപ്രദമാവും. അവർ സന്തോഷം സമാധാനത്തോടെ അവിടെ നിന്ന്
കളിക്കുകയും ചെയ്യും. അതുപോലെ ആ പെയിനൊക്കെ പോകാനുള്ള എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ്, ഇല്ലെങ്കിൽ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് പെയിൻ കഴുകി കളയാനും എടുക്കാനും ഒക്കെ. അതിൽ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അതും ഒരു വലിയ ഉപകാരം തന്നെ ആയിരിക്കും എന്ന് തന്നെ പറയാം. അത് ശരിക്കും അത് ബിഗ് ബോസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഇത്രയും ഹൈജീനിക് ഇല്ലാതെ അവർ പെർഫ്യൂമോ കാര്യങ്ങളോ ഒന്നും അവരാരും യൂസ് ചെയ്യുന്നില്ല. പണ്ടുള്ള ഇതിന് മുമ്പുള്ള VBS നമ്മൾ കണ്ടിട്ട് ഇഷ്ടം പോലെ ഡ്രസ്സും പെർഫ്യൂമും എല്ലാവരും അടിച്ച് വാരി തൂക്കി അവിടെ ഫാഷൻ ഷോ നടത്തിയ. പക്ഷെ ഇവർക്ക് മാത്രമല്ല ഇങ്ങനൊരു അവസ്ഥ വന്നത്. അതിൽ കാണുമ്പോൾ നമുക്കൊരു വിഷമം തോന്നും, തീർച്ചയായിട്ടും പറയാം. പിന്നെ അവിടെ വൃത്തിയില്ലാതെ ഇരിക്കുന്നതായിട്ട്, കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ആ പുള്ളിക്കാരി മുടിയൊക്കെ ഒന്ന് പിന്നിക്കെട്ടി വെക്കുക, എപ്പോഴും മുടി അഴിച്ചിട്ട് ഇങ്ങനെ എപ്പോഴും ആ ഒരു ബെഡിൽ കിടക്കുക. പുള്ളിക്കാരെ ബെഡ് ക്ലീൻ അല്ലെന്ന് പല ആൾക്കാരും പറഞ്ഞു. അതൊക്കെ ഭയങ്കര ഒരു മോശം. കാരണം ഒരു 10-35 വയസ്സുള്ള സ്ത്രീക്ക് സ്വയം പറഞ്ഞു കൊടുക്കണ്ട. അവരൊരു 2 കുട്ടികളുടെ അമ്മയാണ്. അതിൽ അവർക്ക് തീർച്ചയായിട്ടും അവർക്ക് മനസ്സിലാക്കാം അവർ എങ്ങനെ നീറ്റാക്കി ഇരിക്കണം, ഇല്ലെങ്കിൽ അവർ ബെഡ് എങ്ങനെ വൃത്തിയാക്കണം, ഇല്ലെങ്കിൽ സെൽഫായിട്ട് എങ്ങനെ ക്ലീൻ ചെയ്യണം, ഇല്ലെങ്കിൽ മുടി എങ്ങനെ കെട്ടി വെക്കണം. അതാരും പറഞ്ഞുകൂടാ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടു പഠിച്ച് വളരുന്നതാണ് ഹൈജീനിക് എന്ന് പറയുന്നൊരു കാര്യം. കാരണം നമ്മുടെ പേരൻസിൽ നിന്നായാലും എല്ലാവരും നമ്മൾ ഓരോ കണ്ട് പഠിച്ച് വളരേണ്ടതാണ്, തീർച്ചയായിട്ടും ഞാൻ പറയാം. പക്ഷേ എവിടെയോ രേണുവിന് ആ ഒരു കാര്യത്തിൽ ചെറുതായിട്ടൊരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് തന്നെ എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷേ അനു അങ്ങനെ പരസ്യമായി വന്ന് പറഞ്ഞത് അനുവിൻ്റെ തെറ്റ്. കാരണം അനുവിനെ പോലെ അല്ലല്ലോ എല്ലാവരും. അനുവിന് 24 നേരം എടുത്ത വൈകുന്നേരം വരെ അനുവിന് ഷൂട്ടാണ്. അതിൽ അനു എങ്ങനെ വേണമെങ്കിലും അനുവിന് മേക്കപ്പോ ഇതൊക്കെ ചെയ്ത് നടക്കാം. പക്ഷെ അതുപോലെയല്ല സാധാരണപ്പെട്ട ഒരു വ്യക്തിക്ക് ഒരിക്കലും അത് പറ്റില്ല. കാരണം അവരൊക്കെ വെറും സാധാരണപ്പെട്ട ഒരു സ്ത്രീ തന്നെയെന്ന് പറയാം രേണുവൊക്കെ. കാരണം അവരിപ്പോഴാണ് ഈ ബിഗ് ബോസ് ഹൗസിൽ വരുന്നതിന് സംബന്ധമായിട്ടാണ് അവർ കുറേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഒക്കെ ചെയ്തത്. അന്നേരം അവർക്ക് ഇപ്പം അവരുടെ മനസ്സിലുള്ളത് വെച്ചാൽ അവർക്ക് എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് പുറത്ത് വരണം എന്നുള്ളൊരു ചിന്താഗതിയാണ് ആ സ്ത്രീക്കുള്ളത്. ഇപ്പോൾ അവരുടെ പിടിച്ച് നിൽക്കണമെന്നില്ല. കാരണം ഇങ്ങനെയൊക്കെ ആൾക്കാർ പറയുമ്പോൾ തീർച്ചയായിട്ടും ആരായാലും മാനസികമായിട്ട് തകർന്ന് വിഷമിച്ച് പണ്ടാരാണെങ്കിൽ ഇപ്പോൾ ഞാനൊക്കെയാണെങ്കിൽ ആ സ്പോട്ടിൽ അവിടെ നിന്ന് മതിലാടി പുറത്തിറങ്ങാൻ നോക്കുള്ളൂ, സത്യം പറയുകയാണ്. കാരണം വെച്ചാൽ നമ്മൾ സ്വന്തമായിട്ടങ്ങ് എരിഞ്ഞു പോവും, നിന്ന് പോവും. കാരണം ഇപ്പോൾ അവർക്ക് രണ്ടാമത്തെ അനുഭവമാണ് ബിഗ് ബോസിലുണ്ടായത്. ആദ്യം അക്ബർ അവർക്കിട്ടൊരു പണി കൊടുത്തു, ഇപ്പോൾ രണ്ടാമത് അനുവും കൊടുത്തു. അങ്ങനെ ഈ എല്ലാ മനുഷ്യരും നമ്മൾ ഈ 5 വിരലും ഒരുപോലെയാണെന്ന് ചിന്തിക്കരുത്. ആൾക്കാർ പല രീതിയിൽ സംസാരിക്കും. പക്ഷേ അനുവിന് ഇത്തിരി ഒരു ഓവർനെസ് കൂടുതലാണെന്ന് തന്നെ പറയാം. കാരണം എല്ലാത്തിനും ചെന്ന് ഇടപെടും. അനു എന്തൊക്കെയാണെന്നുള്ള ചിന്തയിലാണ് അനു നടക്കുന്നത്. അതായത് അനുവിനെ സപ്പോർട്ട് ചെയ്യാൻ അനുവിൻ്റെ വീട്ടുകാരുണ്ടായിരിക്കും. പക്ഷെ അതുപോലെയല്ല രേണുവിനെ സപ്പോർട്ട് ചെയ്യാൻ രേണു മാത്രമേ ഉള്ളൂ, വേറെ ആരും വ്യക്തിയില്ല. നമ്മൾ പറയുമ്പോൾ ഒരു നാണയത്തിൻ്റെ അപ്പുറം ഇപ്പുറം തന്നെ പറയണമല്ല, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ, വേറെ ഒന്നും വിചാരിക്കരുത്. അപ്പം BB ഹൗസിൽ ഇപ്പം BB ഹൗസ് വരെ കൊടുത്ത് 8ൻ്റെ പണി 8ൻ്റെ പണിയല്ല 7ൻ്റെ പണിയാണ് ഇപ്പം അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെല്ലാം. നമ്മൾ ഇപ്പം ഇതിലേക്ക് ഈ പന്തം കൊളുത്തി വിട്ടിരിക്കുന്നത് ബിഗ് ബോസ് തന്നെയാണെന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം പുള്ളി രാവിലെ നടക്കുന്ന കാര്യങ്ങളെല്ലാം കേട്ടും കണ്ടും ഇരുന്നിട്ട് തന്നെയാണ് ഇങ്ങനൊരു പ്രോബ്ലം അവിടെ ക്രിയേറ്റ് ചെയ്തത്. അത് ബിഗ് ബോസ് തന്നെ ചെയ്ത പണി തന്നെയെന്ന് പറയും. 7ൻ്റെ പണി. അത് ലാലേട്ടൻ എപ്പോഴും പറയും നിങ്ങൾക്ക് എല്ലാവർക്കും 7ൻ്റെ പണി വരുമെന്ന്. അത് സത്യം. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ഈ നമ്മുടെ ഈ കേരളത്തിൽ ഏതൊരു മനുഷ്യരായാലും ഉറക്കം എണീച്ചാൽ അവനവൻ്റെ ബെഡ്ഷീറ്റ് മടക്കി ഒതുക്കി നീറ്റായിട്ട് ക്ലീനായിട്ട് വെക്കണം. അതൊരു മര്യാദയാണ്. ശരിക്കും പറഞ്ഞാൽ അതൊരു മര്യാദ തന്നെയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച്. അത് പ്രത്യേകിച്ച് പഠനമോ ഒന്നും വേണ്ട. കാരണം ഇപ്പം അതിലാരെയും പറയുന്നുണ്ട് ഞാനതൊന്നും ചെയ്യാറില്ല, ചെയ്യണം. കാരണം ഒരു മനുഷ്യരാകുമ്പോഴും നമുക്ക് ഒരു കോമൺ സെൻസാണ്. ഒരു വ്യക്തികൾ എഴുന്നേൽക്കുമ്പോൾ അവരെ ബെഡ്ഷീറ്റ് ഒതുക്കി നീറ്റാക്കി ഇടുക എന്നുള്ളൊരു ഏതൊരു മനുഷ്യൻ്റെ, അതങ്ങ് ആരും പഠിപ്പിച്ചേരണ്ടല്ല, അതൊക്കെ നമ്മൾ തന്നെ സ്വയം ചെയ്യും. ഇപ്പോൾ ഇവനെയൊന്നും അത് പഠിപ്പിച്ചെന്ന് പറഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കത്തില്ല. കാരണം ഇവരൊക്കെ അത്രയും ഹൈ ലെവലിൽ ജീവിച്ച വ്യക്തികളാണ്. തീർച്ചയായിട്ടും ഉറക്കം വഴി വേലക്കാരി വന്ന് മുമ്പിൽ നിൽക്കുമെന്ന് പറഞ്ഞാൽ അതൊന്നും ഞാൻ വിശ്വസിക്കത്തില്ല. പക്ഷേ ഈ എഴുന്നേൽക്കുമ്പോൾ അവനവൻ്റെ ബെഡ് അയാലൊന്നും പിടിച്ച് നൂത്തിട്ടിട്ട് എഴുന്നേൽക്കുന്ന മര്യാദ തന്നെയാണ്. അത് ചേർത്ത് അക്ബർ ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ രേണു അത് ഒരിക്കലും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. രേണുവിൻ്റെ ബെഡ് എപ്പോഴും വൃത്തികേടായിട്ട് തന്നെ കിടക്കുന്നത്, അതുള്ള സത്യം. പിന്നെ നമ്മുടെ അനീഷിൻ്റെ ബെഡ് എപ്പോഴും നീറ്റാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. അനീഷ് എപ്പോഴും നീറ്റായിട്ടൊക്കെ തന്നെയാണ് വെച്ചേക്കുന്നത്. അതുപോലെ നമ്മുടെ ഷാനവാസും നീറ്റായിട്ടൊക്കെ വെക്കുന്നത്. അതിൽ കുറേ ആൾക്കാർ നീറ്റായിട്ട് തന്നെ വെക്കുന്നുണ്ട്. ചില ആൾക്കാരുണ്ട് അതൊന്നും ഒരു ശ്രദ്ധിക്കാതെ അലങ്കോലമായി. പിന്നെ അതുപോലെയാണ് ബിഗ് ബോസിനകത്തിനുള്ളിൽ ആ ഒരു മതിലൊക്കെ തുണിയെടുത്ത് അപ്പി ഇങ്ങനെ ഇട്ട് വെച്ചേക്കുന്നത്. അതൊക്കെ ഭയങ്കര വൃത്തി. അത് ചെയ്യുന്നത് നമ്മുടെ അപ്പാനി ശരത്താണ്. അയാളുടെ ടവൽ കൊണ്ടുവന്ന് അത് ഇതിനൊക്കെ അമർത്തി ഇട്ടിരിക്കും. അതൊക്കെ ഭയങ്കര ബോറിങ് പരിപാടികളാണ്, സീരിയസ്ലി പറയാം. അതൊക്കെ വെറും നീറ്റ്നെസ് ഇല്ലാത്ത മനുഷ്യർ ചെയ്യുന്ന പ്രവർത്തികളാണ്. തുണികളുണ്ടെങ്കിൽ നനഞ്ഞ തുണിയാണെങ്കിൽ ഒന്നെങ്കിൽ അത് പുറത്ത് കൊണ്ട് വിരിച്ചിടുക, ഇല്ലെങ്കിൽ അത് എവിടെയെങ്കിലും വെച്ച് വൃത്തിയാക്കിയിടുക. അല്ലാതെ ഇങ്ങനെ കിടക്കുന്ന സൈഡിൽ ആ ഭിത്തിയുടെ ഭംഗിയും കൂടെ കളയാണ് അതൊക്കെ. അത് പിന്നെ ഒറ്റ കാര്യമുണ്ട്, ബിഗ് ബോസിന് ഇതൊക്കെ നോക്കി നീറ്റും ക്ലീനായിട്ടുള്ള മനുഷ്യരെയൊക്കെ തിരഞ്ഞെടുക്കേണ്ട ബിഗ് ബോസിൻ്റെ ഉത്തരവാദിത്തം തന്നെയാണ്. അതിൽ വേറെ ആരുടെ അല്ല. സ്വന്തം ബെഡ് പോലും വൃത്തിയാക്കാൻ അറിയാത്ത ഒരാൾക്കാരെ വിളിച്ചുകൊണ്ട് അവിടെ വെച്ചിട്ട് എന്ത് നേടാനാണ്?
ഇല്ലെങ്കിൽ ഇവരിൽ നിന്നൊക്കെ മനുഷ്യനെ എന്ത് കാണാനാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് ഗേസ് അവിടെ BBSൽ നടക്കുന്നത്. അപ്പോൾ എനിക്കിതാണ് ഇത് പറയാനുള്ളത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഓടി വരാം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. എന്തൊക്കെയാണ് എല്ലാവർക്കും വിശേഷം? എല്ലാവരും എന്നെ ഓർക്കുന്നുണ്ടോ, കാണുന്നുണ്ടോ, എന്തൊക്കെ തിരക്കണമല്ലോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടാറ്റ.